സ്വാമി ശരണം. ഞാനിപ്പോൾ നിൽക്കുന്നത് ശബരിമലയിലാണ് കേട്ടോ. നമുക്ക് ഈ ശബരിമല പമ്പയും ആ മലയും ഒക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാം. നമ്മളിപ്പോൾ ത്രിവേണി റോഡ് വഴി, ഇതാണ് ത്രിവേണി പാലത്തിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഇതിപ്പോൾ സീസണല്ല, അതുകൊണ്ടാണ് ഇത്രയും തിരക്കില്ലാതെ വിജനമായിട്ട് കിടക്കുന്നത്. വിജനമല്ല, ആൾക്കാരുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. പക്ഷേ നമ്മുടെ പോകുമ്പോൾ തന്നെ ഒരു സൈഡ് മൊത്തം ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അത്യാവശ്യം ഫുഡും ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം അവിടെ ഉണ്ട്. അത് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ. നമ്മൾ പിന്നെ പോകുന്നത് ത്രിവേണി പാലം. നമ്മൾ നടന്ന് പമ്പയ്ക്ക് കുറുകെയുള്ള ആ ത്രിവേണി പാലത്തിലേക്കാണ് അടുത്ത പോകുന്നത്. ഇതാണ് ത്രിവേണി പാലം. ഇവിടെ നമുക്ക് മുമ്പ് പാർക്കിംഗ് ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഒരു സമയത്ത്. കാരണം ഈ വെള്ളമെല്ലാം വന്ന് ഒലിച്ചു കൊണ്ടുപോയതിന് ശേഷം ഇവിടുത്തെ പാർക്കിംഗ് ഒക്കെ മാറ്റിയത്. അതുവരെ നമുക്കിവിടെ പാർക്കിംഗ് ഉണ്ടായിരുന്നു. അതാണ് ത്രിവേണി ബ്രിഡ്ജ്. ഇതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് വണ്ടികളൊക്കെ ഇടായിരുന്നു. ഇതാണ് നമ്മുടെ പമ്പാ നദി, ഹോളി റിവർ പമ്പ. ഉണ്ടോ, പമ്പ നല്ല ഒഴുക്കുണ്ട്, വെള്ളമുണ്ട്, അത്യാവശ്യത്തിന് വെള്ളമുണ്ട്. നല്ല തെളിഞ്ഞ വെള്ളമാണ്, വലിയ ആൾത്തിരക്കൊന്നുമില്ല. എന്തുകൊണ്ടും നല്ല രസമുണ്ട് കാണാനായിട്ട്, അല്ലേ? അല്ല, ഈ പമ്പയിൽ മുങ്ങി കുളിച്ചിട്ടാണ് നമ്മൾ മല ചവിട്ടുന്നത്. ശരിക്കും നല്ല ഒഴുക്കുണ്ടെന്ന്, ഇപ്പോഴും ഒഴുക്കുണ്ട്. പക്ഷേ അത്ര വെള്ളം ഇതുവരെ ആയിട്ടില്ല. നമ്മൾ ഈ പമ്പയിലേക്ക് എത്തി കേട്ടോ. പമ്പയിലേക്ക് എത്തുമ്പം ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നുണ്ട്, ഇത് പിതൃതർപ്പണത്തിനുള്ള ആൾക്കാരും പരികർമ്മികളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. പിന്നെ നമ്മൾ നേരെ മുമ്പ് ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട് പമ്പയിൽ, ഒരുപാട് ഷോപ്പുകൾ. നമ്മളിങ്ങനെ ഇനി നമ്മൾ അടുത്ത പോകുന്നത് ഗണപതി അമ്പലത്തിലേക്കാണ് പോകുന്നത്. അത് കുറച്ച് സ്റ്റെപ്പുകൾ കയറി വേണം ഗണപതി അമ്പലത്തിലേക്ക് പോകാനുള്ളത്. ഇതാണ് ആ സ്റ്റെപ്പ് കേട്ടോ. ഈ സ്റ്റെപ്പുകൾ കയറിയാണ് നമ്മൾ ഗണപതി അമ്പലത്തിലേക്ക് പോകുന്നത്. അവിടെ തന്നെ അയ്യപ്പൻ്റെ പഴയകാല ചരിത്രങ്ങളും അങ്ങനെ കുറച്ച് ശില്പങ്ങളൊക്കെ അവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ഒരു ചെറിയ കോവിലുണ്ട്. ഈ പമ്പ ഗണപതി എത്തുന്നതിന് മുന്നേ വീണ്ടും നമ്മൾ സ്റ്റെപ്പ് കയറി വേണം മുകളിലേക്ക് ഇനിയും പോകാനുള്ളത്. അവിടെ അപ്പോഴാണ് ഈ പമ്പ ഗണപതി ക്ഷേത്രം ഇരിക്കുന്നത്. കണ്ടോ, അയ്യപ്പൻ്റെ പഴയ കുട്ടിക്കാലവും അങ്ങനെയുള്ള കുറേ ശില്പങ്ങളെല്ലാം അവിടെ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് നല്ലൊരു ഫീലാണ് കാണുമ്പോൾ. കടുവയുടെയും പ്രതിമകൾ, ഒരുപാട് കടുവകൾ, അയ്യപ്പൻ കടുവ പുലിപ്പ് പുറത്ത് വരുന്നത്, അങ്ങനെ ഒരുപാട് ഇവിടെ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് നല്ലൊരു മനോഹരമായ സ്ഥലമാണ് എന്നും ആണ്. ഇതാണ് ഗണപതി ക്ഷേത്രം. ഈ ഗണപതി ക്ഷേത്രത്തിലെ എല്ലാ വീഡിയോകളും നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല, അവിടെ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും മാക്സിമം കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നമ്മളവിടെ കാണിക്കുന്നുള്ളൂ. പോകുന്നതും ഇതാണ് ഗണപതി അമ്പലം. ഗണപതി അമ്പലത്തിൻ്റെ ചുറ്റുപാടൊക്കെയാണ്. ഇപ്പോൾ ഞങ്ങൾ നീലിമല ടോപ്പിലെത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ ഈ തളർന്നു വരുന്ന ഭക്തന്മാർ കുടിക്കാൻ എല്ലാ സാധനങ്ങളും വച്ചിട്ടുണ്ട്.
ഒരു ഗ്ലൂക്കോസ് ആണ്. അങ്ങനെ നമ്മൾ ആ ശബരിമലയുടെ അടുത്ത അപ്പാച്ചിമേട് ഹിൽ ടോപ്പ് കഴിഞ്ഞ് ഒരു നിരപ്പുള്ളൊരു സ്ഥലത്തേക്ക് എത്തുകയാണ്. അവിടെയാണ് ശരംകുത്തിയൊക്കെ ഉള്ളത്. ഇപ്പം നമ്മൾ ശബരി പീഠത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ. ശബരി അവിടെയാണ് ശരംകുത്തി ഉള്ളത്, ശരം വഴിപാടുള്ളത്. കാരണം കന്യയപ്പന്മാർ ആദ്യമായിട്ട് ശബരിമലയിൽ വരുമ്പോൾ ഇവിടെ നിന്നൊരു ശരം വാങ്ങി ശരംകുത്തിയില്ല, ശരം കുത്തുന്നു. അതാണ് ഇവിടുത്തെ ആ ഒരു ചടങ്ങായിട്ടുള്ളത്. ശബരി പീഠം ഇവിടെയാണ്. ഈ ശരംകുത്തിയിലെ നമ്മുടെ ശരങ്ങളെല്ലാം കൊണ്ട് വിടുന്ന സ്ഥലമുണ്ട്. ഒരുപാട് ശരങ്ങളുണ്ട്, കണ്ടറിയാം. ഇവിടെ എല്ലായിടത്തും തണ്ണിമത്തനും അതുപോലെ മാങ്ങ അങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. ഒരു തണ്ണിമത്തൻ്റെ ഒരു പീസിന് അവർ 20 രൂപയാണ് പറയുന്നത്. ഇപ്പം നമ്മൾ മരക്കൂട്ടം എത്തി കേട്ടോ. ആ മല കയറി ശബരിപീഠവും കഴിഞ്ഞ് മരക്കൂട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിയത്. ഒരുപാട് അയ്യപ്പന്മാർ പോകുന്നുണ്ട്. ഒരുപാട് ആൾക്കാരിങ്ങനെ, ഒരുപാട് ഭക്തന്മാരിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഡോളി എല്ലാം ഈ വഴിയാണ് പോകുന്നത്. നമ്മൾ കണ്ട ശബരിമല പോണ വഴിക്ക് കണ്ടൊരു കാഴ്ച കേട്ടോ, സിംഹവാലൻ കുരങ്ങ്. അങ്ങനെ ഞങ്ങളിപ്പോൾ സന്നിധാനത്തെത്തി കേട്ടോ. സന്നിധാനത്തെ ക്യൂ കോംപ്ലക്സിലേക്ക് ഞങ്ങളിങ്ങനെ പോകാനായിട്ട് പോവുകയാണ്. അകത്തോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക. ആ സ്റ്റെപ്പ് ഇറങ്ങി. ഇതാണ് കേട്ടോ സന്നിധാനം ക്യൂ കോംപ്ലക്സ്. ക്യൂ നിൽക്കാനുള്ള ഇതൊക്കെ ഉള്ളത്. ഇപ്പം തിരക്ക് കുറവാണ്. കാരണം ഞങ്ങൾ പോയി ആ മലയാള മാസം 1-ാം തീയതി ആയതുകൊണ്ടാണ് ഇവിടെ ഇത്രയും തിരക്ക് കുറവ്. അല്ലെങ്കിൽ നല്ല തിരക്കുള്ളൊരു സ്ഥലമാണിത്. ഇതാണ് ബാബരി സ്വാമിയുടെ നട. അങ്ങനെ ഞങ്ങളിപ്പോൾ നടന്ന് 18-ാം പടിയുടെ താഴെ എത്തി. 18-ാം പടിയുടെ താഴെയുള്ള ക്യൂവിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഈ നട തുറന്നിട്ട് ഒന്ന് അയ്യപ്പനെ ദർശിക്കണം. തിരിച്ചൊരു മലയിറങ്ങണം. 18-ാം പടിയും അതിൻ്റെ ചുറ്റുപാടും ഉള്ള ഇതതിൻ്റെ സൈഡിൽ നിന്നൊരു വ്യൂ ആണ് കേട്ടോ. ഈ 18-ാം പടിയിൽ നമ്മൾ കയറുന്നതിൻ്റെ ആ സൈഡിൽ നിന്നൊരു വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത്. ശരിക്കും വല്ലാത്തൊരു ഫീൽ തന്നെയാണ് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്നത്. കണ്ടോ?  കണ്ടാണ്. 18-ാം 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 18
എൻ്റെ ഈ ശബരിമല വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.